പഞ്ചാബ് ഗവർണർ ബൻവാരിലാൽ പുരോഹിത് രാജിവെച്ചു എന്ന വാർത്ത വരുന്നു. വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാജിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ചണ്ഡീഗഡ് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനവും രാജിവെക്കുന്നതായും കത്തിലുണ്ട്. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ആർക്കെ, ഒരുപാട് കാലം നീണ്ടുനിന്ന സംസ്ഥാന സർക്കാർ ഗവർണർ പോര്, അതിനിടെ കോടതിയെ സമീപിക്കുന്നു. കോടതി നിശിതമായ വിമർശനങ്ങളുമായി ഗവർണർക്കെതിരെ നിശിതമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്കും അത് കൃത്യമായിട്ട് ആ രീതിയിൽ തന്നെ ഒരു മാതൃകയാകുന്ന ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ഇടപെടലാണ് ഉണ്ടായത് കോടതിയുടെ ഭാഗത്തു നിന്ന്. ഇപ്പോൾ ഒടുവിൽ രാജി. ഇന്നലെ ആഭ്യന്തരമന്ത്രിയെ കാണുകയും ചെയ്തിരുന്നു. ഏത് പശ്ചാത്തലത്തിലാണ് രാജി? വ്യക്തിപരമായ കാരണങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ കാരണങ്ങളാണോ? സ്മിത, ഈ രാഷ്ട്രീയ കാരണങ്ങളാണോ എന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു വ്യക്തത ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം നമ്മളത് അങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസം ഈ ചണ്ഡീഗഡ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങളും ഇപ്പോൾ കോടതിയിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട്. ഈ ചണ്ഡീഗഡിലെ അഡ്മിനിസ്ട്രേറ്റർ കൂടിയാണ് ഗവർണർ എന്നതിലുപരി, പഞ്ചാബിലെ ഗവർണർ എന്നതിലുപരി ചണ്ഡീഗഡിലെ അഡ്മിനിസ്ട്രേറ്റർ ചുമതല കൂടി അദ്ദേഹമാണ് വഹിച്ചു വന്നത്. ആ ചുമതലയും അദ്ദേഹം ഒഴിഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള സാഹചര്യത്തിൽ ഏതാണ്ട് 4 വരികളുള്ള ഒരു കത്താണ് അദ്ദേഹം രാജിക്കത്തായിട്ട് നൽകിയിരിക്കുന്നത്. പേഴ്സണലായിട്ടുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളും മറ്റു ചില കർത്തവ്യങ്ങൾ ഏറ്റെടുക്കേണ്ടതുകൊണ്ടും താൻ ഈ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. രാഷ്ട്രപതിക്കാണ് ഈ അദ്ദേഹത്തിന്റെ രാജിക്കത്ത് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങളുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല. കഴിഞ്ഞ നാളുകളിലാണ് അദ്ദേഹത്തിന് എതിരെ സുപ്രീം കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ നടപടികൾക്ക് എതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒരു റിപ്പോർട്ടബിൾ ജഡ്ജ്മെന്റ് ആയിട്ട് പഞ്ചാബ് വിഷയത്തിൽ ഗവർണർക്കെതിരെ സുപ്രീം കോടതി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ മാറുകയും ചെയ്തിരുന്നു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ഗവർണർ സംസ്ഥാന സർക്കാർ പോര് ഈ കേസുകളുമായി ബന്ധപ്പെട്ട് താരതമ്യപ്പെടുത്തിയാണ് സുപ്രീം കോടതി നിരീക്ഷിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾക്കാണ് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഈ പഞ്ചാബ് വിഷയത്തിലെ ഉത്തരവ് പഠിക്കാൻ കേരള ഗവർണറോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ഘട്ടങ്ങളിലൊന്നും അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രതികരണങ്ങളും നടത്തിയിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിക്കുന്നു വ്യക്തിപരമായ കാരണങ്ങളുണ്ട്, മറ്റു ചില കർത്തവ്യങ്ങൾ തനിക്ക് നിർവഹിക്കേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നു എന്നത്. രാധാകൃഷ്ണനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. പഞ്ചാബ് ഗവർണർ ബൻവാരിലാൽ പുരോഹിത് രാജിവെച്ചു എന്ന വാർത്ത വരുന്നു. വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഗവർണറുടെ രാജി. ചണ്ഡീഗഡ് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനവും രാജിവെക്കുന്നതായും കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആർ കെ വിവരങ്ങൾ നൽകുകയായിരുന്നു.